Hi friends, എൻ്റെ പേര് ശ്രീജിത്ത്. വെൽക്കം ടു ഡേ 11 ഓഫ് യൂട്യൂബ് ട്രെയിനിങ് പ്രോഗ്രാം. ഇതൊരു വെബ് സീരീസ് ആണ്. ഈ വെബ് സീരീസിൽ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ 0 സബ്സ്ക്രൈബേഴ്സ് റേഞ്ചിൽ നിന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് റേഞ്ചിലോട്ട് എങ്ങനെ കൊണ്ടുവരാം എന്നാണ് ഞാൻ ഇതിൽ ടീച്ച് ചെയ്യുന്നത്. സോ ഇതിൽ ഞാൻ ഷെയർ ചെയ്യുന്ന ട്രിക്സ് ആൻഡ് മെത്തേഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വീഡിയോസിൻ്റെ വ്യൂസും കൂട്ടാം, അതേപോലെ സബ്സ്ക്രൈബേഴ്സും കൂട്ടാം. സോ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ വെബ് സീരീസ് ഫോളോ ചെയ്തോളൂ. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തതിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും വരുന്നൊരു ഡിഫിക്കൽട്ട് സ്റ്റേജാണ്, അതായത് വ്യൂസ് കിട്ടുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല. സോ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂസും അതായത് നിങ്ങളുടെ വീഡിയോസിന് വ്യൂസ് കിട്ടുന്നത് ചാൻസ് കൂട്ടാനുള്ള കുറച്ച് വഴികളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സാണ്. നമ്മുടെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. സോ ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വീഡിയോസിൻ്റെ വ്യൂസ് കൂട്ടാൻ പറ്റും. അതേപോലെ നിങ്ങളുടെ ചാനൽ, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് മലയാളം അല്ലാതെ വേൾഡ് ഫുള്ളായിട്ട്, അതായത് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിന് കൂടി കാണാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വീഡിയോ വളരെ ഈസി ആയിട്ട് വ്യൂസ് കിട്ടുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ട് ഞാൻ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അതായത് മലയാളം നമ്മൾ വേൾഡ് ഫുള്ളായിട്ട്, അത് മെയിൻലി ഇംഗ്ലീഷ് പീപ്പിൾ, അതായത് നമ്മൾ ശബ്ദമില്ലാത്ത അല്ലെങ്കിൽ ഇംഗ്ലീഷ് പീപ്പിൾസിന് കാണാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസ് ആണെങ്കിൽ നിങ്ങളുടെ വീഡിയോസിന് വളരെയധികം റീച്ച് കിട്ടുന്ന തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയനെ കുറിച്ച് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. സോ നമുക്ക് എങ്ങനെ നമ്മുടെ വീഡിയോന്റെ വ്യൂസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ നോക്കാം. സോ ഞാൻ എൻ്റെ വെബ് സീരീസിന്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു. അതായത് ഇപ്പോൾ അറ്റ് പ്രസന്റ് 2019 നമ്മളൊരു വീഡിയോ പോപ്പുലർ ആവണമെങ്കിൽ, അതായത് നമ്മുടെ വീഡിയോസിന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എല്ലാ തരത്തിലുള്ള കറക്റ്റായിട്ട് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും എല്ലാം എഴുതി ടാഗ്സ് എല്ലാം ആഡ് ചെയ്തു. എന്നാലും നമ്മുടെ വീഡിയോ പോപ്പുലർ ആകണം, അത് നമ്മുടെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിൽ തന്നെ വ്യൂസ് കിട്ടണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 3 ഫാക്ടേഴ്സ് ആക്ച്വലി പറയാം. അതിൽ മെയിൻ ആയിട്ട് 2 ഫാക്ടേഴ്സാണ്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ CTR റേഷ്യോ, അതായത് നമ്മുടെ തംബ്നെയിൽ CTR റേഷ്യോ, അതേപോലെ രണ്ടാമത്തത് വാച്ച് ടൈം. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് എന്താണ്. അതായത് തംബ്നെയിൽ നമ്മളിപ്പോൾ ഒരു ഇമേജിൻ്റെ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോൻ്റെ ഫേസ് എന്ന് പറയുന്നത് തംബ്നെയിലാണ്. അതായത് ഒരാൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന അയാൾ നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നത് നമ്മുടെ തംബ്നെയിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. സോ CTR റേഷ്യോ എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വീഡിയോ 100 പേര് യൂട്യൂബിൽ കാണുന്നു, അതായത് 100 പേര് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോൻ്റെ തംബ്നെയിൽ കാണുന്നു. അതിൽ എത്ര പേര് നിങ്ങളുടെ വീഡിയോൻ്റെ തംബ്നെയിൽ ക്ലിക്ക് ചെയ്യുന്നു, അതാണ് നിങ്ങളുടെ CTR റേഷ്യോ. സോ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം പറഞ്ഞിരുന്നു. സോ എന്നാൽ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണ്. അതായത് CTR റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിൽ നമ്മുടെ വീഡിയോ നല്ലൊരു വീഡിയോ ആണെന്ന് യൂട്യൂബിൽ മനസ്സിലാക്കുന്നത് 2 ഫാക്ടേഴ്സാണ്. അതൊന്ന് CTR റേഷ്യോ, വാച്ച് ടൈം. സോ ആദ്യത്തെ കാര്യം, നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവരും ക്ലിക്ക് ചെയ്യിക്കണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ വീഡിയോയിൽ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന തംബ്നെയിൽ നിങ്ങൾ ആഡ് ചെയ്യണം. അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഒരു 3 തംബ്നെയിൽസ് ഓപ്ഷൻസ് നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വരത്തില്ലേ, അത് നിങ്ങൾ ഒരിക്കലും ഇടരുത്. കാരണം അതിലൊരിക്കലും നിങ്ങൾ എന്താണ് ആ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കില്ല. അതേപോലെ കുറേ പേര് ടൈറ്റിൽ വായിച്ചുകൊണ്ടല്ല നമ്മുടെ വീഡിയോസ് ക്ലിക്ക് ചെയ്യുന്നത്, അവരെല്ലാവരും നമ്മുടെ തംബ്നെയിൽ കണ്ടുകൊണ്ടാണ് ക്ലിക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തംബ്നെയിൽ വളരെ സിമ്പിളാക്കിയിട്ട് നിങ്ങൾ ആ വീഡിയോയിൽ നിങ്ങൾ എന്താണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇൻഫോർമേഷൻ ഒരു ജസ്റ്റ് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ നിങ്ങൾ ആ തംബ്നെയിലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. സോ നിങ്ങൾ ആ തംബ്നെയിലിൽ കുറേ ഇൻഫർമേഷൻസ് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ വീഡിയോ അത് ആ തംബ്നെയിൽ കാണുന്ന ആൾ എന്താണ് വായിക്കേണ്ടത് കൺഫ്യൂസ്ഡ് ആയി പോകും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻഫർമേഷൻ, നിങ്ങൾ എന്താണ് ആ ഇൻഫർമേഷൻ നിങ്ങൾ അതിൽ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വീഡിയോയിൽ എന്താണോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വെച്ചാൽ അത് മാത്രം നിങ്ങൾ ആ തംബ്നെയിലിൽ കാണിക്കുക. സോ കുറച്ച് കളർഫുള്ളായിട്ട് ആൾക്കാർ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നമ്മളൊരു നോർമൽ നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളൊരു നോർമലായിട്ടൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടോ നോക്കുക. അതായത് നിങ്ങളുടെ തംബ്നെയിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ നമ്മൾ കുറേ നേരം യൂട്യൂബിൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അതായത് ഏതൊക്കെ തംബ്നെയിൽസ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നു. സോ അതേപോലെ തംബ്നെയിൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ വേറൊരു വഴി എന്ന് വെച്ചാൽ നിങ്ങളുടെ അതേ കാറ്റഗറിയിൽ വേറൊരു ആൾക്കാർ നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് നല്ല വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ തംബ്നെയിൽ നല്ല തംബ്നെയിലായിരിക്കും. സോ അവരുടെ തംബ്നെയിലിനെ ഇൻസ്പയർ ചെയ്തിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യുക. ഒരിക്കലും അവരുടെ അതേപടി കോപ്പി ചെയ്യരുത്. അത് ഒരിക്കലും നിങ്ങളെ എഫക്റ്റ് ചെയ്യില്ല. കാരണം
കോപ്പി ചെയ്ത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ വീഡിയോ കാണുന്ന ആൾ ചിലപ്പോൾ മറ്റേ ഒറിജിനൽ കണ്ടന്റും കണ്ടിട്ടുണ്ടായിരിക്കും. സോ അവർ തോന്നും ഓക്കെ ഇത് അയാൾ ഇവിടുന്ന് കോപ്പി ചെയ്താണ് എന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ ചാനലിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരും. സോ അതുകൊണ്ട് കോപ്പി ചെയ്യാതെ അയാളുടെ തമ്പനയിൽ ഇൻസ്പയർ ചെയ്തിട്ട് അത് അതുപോലെ നിങ്ങളുടെ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുക. സോ ഇതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ തമ്പനയിലെ CTR റേഷ്യോ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ വാച്ച് ടൈം. അതായത് നമ്മുടെ വീഡിയോ വളരെ നല്ല വീഡിയോ അല്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വാച്ച് ടൈം ഇൻക്രീസ് ആവും. സോ ഇനീഷ്യലി നമുക്ക് കുറച്ച് ടൈം കിട്ടും, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമ്മിയാവുകൊണ്ട് തന്നെ വാച്ച് ടൈം കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരിക്കലും വളരെ റെയർ ആയിട്ടാണ്, അതായത് വളരെ ചുരുക്കം വീഡിയോസിലാണ് ഒരു വീഡിയോ നമ്മൾ എടുത്താൽ മോസ്റ്റ്ലി എല്ലാവരും ആ വീഡിയോ കാണുന്നതിൽ ഒരു 70-80% ആൾക്കാർ ഫുൾ എൻറ്റയർ വീഡിയോ കാണുന്നത്. ശരിക്കും നോക്കുകയാണെങ്കിൽ യൂട്യൂബിൻ്റെ ഒരു സ്റ്റാറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഒരു 50% ആൾക്കാർ, അതായത് മിനിമം 50% ആൾക്കാർ ആ വീഡിയോൻ്റെ പാതി ടൈം ആകുമ്പോൾ തന്നെ അവർ ആ വീഡിയോ എക്സിറ്റ് ആവും. സോ അതിന് പ്രശ്നമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയാണ്, എല്ലാ ഹ്യൂമൻ മെൻറ്റാലിറ്റി അങ്ങനെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ വീഡിയോയും ഫുള്ളായിട്ട് കാണത്തില്ല. സോ അതുകൊണ്ട് തന്നെ 50%, കാരണം അവരുടെ ഇൻട്രസ്റ്റ് അതായിരിക്കില്ല, അല്ലെങ്കിൽ അവർക്കത് ആ ടോപ്പിക്കിനെ കുറിച്ച് പിന്നെ കൂടുതലായിട്ട് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം വാച്ച് ടൈംസ് നമുക്ക് കിട്ടാൻ നോക്കണം. സോ നിങ്ങൾ വെറും ഒരു മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ ഉള്ള വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാച്ച് ടൈം വളരെ കുറവാണ്. കാരണം 2 മിനിറ്റിൻ്റെ വീഡിയോയിൽ 50% ആൾക്കാർ 1 മിനിറ്റ് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ അവരതിൽ ഡ്രോപ്പ് ആയി പോകും. അപ്പം നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, 50 പേര് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 50 മിനിറ്റ് മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാച്ച് ടൈം കൂട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോന് കുറച്ച് ലെങ്ത് കൂട്ടുക, അതായത് വളരെ ലെങ്ത് കൂട്ടാതെ കുറച്ച് വേണ്ട തരത്തിലുള്ള ലെങ്ത് കൂട്ടുക. സോ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻ്റർനെറ്റിൽ ഏതെങ്കിലും ഒരു കോഡിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വലിയ വീഡിയോസ്, അതായത് ട്രെയിനിങ് വീഡിയോസ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കും. ആ ട്രെയിനിങ് വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ 4 മണിക്കൂറും 5 മണിക്കൂറും ലെങ്ത് ഉള്ള യൂട്യൂബ് ട്രെയിനിങ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ടോപ്പായിട്ട് കാണാൻ പറ്റും. സോ അതിന് മെയിൻ കാരണം എന്താ വെച്ചാൽ ആ വീഡിയോ 4 മണിക്കൂറും 5 മണിക്കൂറും ലെങ്ത് ഉണ്ടെങ്കിലും ആ വീഡിയോസിൽ ലെങ്ത് അതിൻ്റെ വാച്ച് ടൈം ടോട്ടൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോസ് ടോപ്പിലായിട്ട് വരുന്നത്. അതേപോലെ നമ്മൾ മൂവീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ മൂവി സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്ന ടോപ്പിക്കിൽ മൂവി ഉണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് മൂവി വരും, കാരണം അതിൻ്റെ വാച്ച് ടൈം കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3-4 മിനിറ്റിൻ്റെ മേലെ നിങ്ങൾ കൊണ്ടുവരാം. സോ അതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയുടെ വാച്ച് ടൈം കൂട്ടാൻ പറ്റും. സോ വെറുതെ വാച്ച് ടൈം മാത്രം കൂട്ടിയിട്ട് കാര്യമില്ല, ലെങ്ത് മാത്രം കൂട്ടിയിട്ട് കാര്യമില്ല, അതിൽ നല്ല കണ്ടന്റ് ആഡ് ചെയ്യുക. സോ കണ്ടന്റ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നിങ്ങൾ വേറൊരു വീഡിയോയുടെ കണ്ടന്റ് കോപ്പി ചെയ്യാതിരിക്കുക. നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾ പ്രസന്റ് ചെയ്യുക. സോ നിങ്ങളുടെ കണ്ടന്റിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരുമ്പോഴാണ് ആൾക്കാർ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ കണ്ടന്റ് ബാക്കിയുള്ള ചാനലിലെ പോലത്തെ നോർമൽ കണ്ടന്റ് ആണെങ്കിൽ ഒരു തരത്തിലും നമ്മൾ നോർമലായിട്ട് ആലോചിച്ചാൽ നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാനലിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യില്ല. സോ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതായത് CTR റേഷ്യോ നിങ്ങളുടെ വാച്ച് ടൈം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വീഡിയോസിൻ്റെ വ്യൂസ് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ ചാനൽ അല്ലാതെ നോർമലായിട്ട് വേൾഡിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇംഗ്ലീഷാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ വോയിസ് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു വീഡിയോ മാത്രമാണ്, അതുകൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന വീഡിയോ, അങ്ങനത്തെ വീഡിയോസ്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് ജസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ അല്ല, വെറും മ്യൂസിക് മാത്രമാണ് ബാക്ക്ഗ്രൗണ്ട്, അങ്ങനത്തെ കേസസിലുള്ള വീഡിയോസ് ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു പ്ലേസ് കാണിച്ചു തരാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് ഈസി ആയിട്ട് ഷെയർ ചെയ്യാം. അതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് നിങ്ങളുടെ വീഡിയോ വൈറലാക്കാൻ പറ്റും. സോ ഞാൻ ഇതിന് മുന്നേ ഈ വെബ്സൈറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതായത് റെഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ആണ്. ഇത് വളരെ ഫേമസ് ആയിട്ട് US-ലെ ടോപ്പ് 3rd വെബ്സൈറ്റ് ആണ് റെഡിറ്റ്. സോ ഈ റെഡിറ്റിൽ നമുക്ക് ജസ്റ്റ് കുറേ സബ് റെഡിറ്റ്സ് ഉണ്ട്. അതിലൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സബ് റെഡിറ്റ് എന്ന് പറഞ്ഞാൽ RVideos എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് reddit.com എന്ന വെബ്സൈറ്റിലോട്ട് പോയിട്ട്, അതായത് REDDIT.com വെബ്സൈറ്റിൽ പോയിട്ട് അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് RVideos ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവിടെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള, അതായത് ഫോളോവേഴ്സ് ഉള്ള ഒരു പ്ലേസ് ആണ് RVideos. സോ ഈ RVideosൽ നമുക്ക് യൂട്യൂബ് വീഡിയോസ് മാത്രം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സബ് റെഡിറ്റ് ആണ്. അതിൽ അത്രയ്ക്ക് ആളെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ റെഡിറ്റ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അതിൽ വരുന്നത് എല്ലാം യൂട്യൂബ് വീഡിയോസ് ആണ്. സോ നിങ്ങളുടെ വീഡിയോ ഒരു ഇംഗ്ലീഷ് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു നോൺ മലയാളം, അതായത് ഒരു സ്പെസിഫിക് ലാംഗ്വേജ് അല്ല, ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഇല്ലാത്ത വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ വീഡിയോ നിങ്ങൾ RVideosൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യണം. അവിടെ ഒരു ഫേസ്ബുക്കിൽ നിങ്ങൾ എങ്ങനെ ഷെയർ ചെയ്യുന്നു അതേപോലെ നിങ്ങൾ RVideosൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ അതുമൂലം ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ
ഇപ്പോൾ ആ ഒരു സബ് റെഡിറ്റിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 20 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സോ അതിൽ എപ്പോഴും ആൾക്കാർ ഓൺലൈനിൽ ഉണ്ടായിരിക്കുന്നു. കാരണം നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇനീഷ്യലി നിങ്ങൾക്ക് ഒരു പുഷ് കിട്ടും. അതായത് ആ വീഡിയോ ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാർ അത് കാണുന്നു, അതുമൂലം നിങ്ങൾക്ക് ഇനീഷ്യലി നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു പുഷ് കിട്ടുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വീഡിയോ പോപ്പുലർ ആവുന്നു, അങ്ങനെ നിങ്ങൾക്ക് വാച്ച് ടൈമും കിട്ടുന്നു, വ്യൂസും ഇൻക്രീസ് ആവുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. 6 വീഡിയോസ് മാത്രമല്ല, അതേപോലെ നിങ്ങളുടെ കാറ്റഗറി എന്താണോ ആ കാറ്റഗറിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പല സബ് റെഡിറ്റ്സും റെഡിറ്റിലുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത്, വേൾഡ് ഫുള്ളായിട്ട് ആൾക്കാർ കാണാൻ പറ്റുന്ന കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ടെക്നിക്കൽ വീഡിയോ, അതായത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ മൊബൈലിനെ കുറിച്ചിട്ടൊരു വീഡിയോ, അത് മൊബൈലിൽ എന്തെങ്കിലും ട്രിക്ക് ചെയ്യുന്നത് കാര്യത്തിൽ, അത് വേൾഡിൽ എല്ലാവർക്കും യൂസ് ചെയ്യുന്ന കാര്യത്തിൽ. കാരണം അതിൽ വരുന്ന എല്ലാവരും യൂസേഴ്സും റെഡിറ്റിൽ വരുന്ന എല്ലാവരും മോസ്റ്റ്ലി അമേരിക്കൻസ് ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ടെക്നിക്കൽ സ്കിൽസ് എല്ലാം നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു വിൻഡോസ് ഇൻസ്റ്റാളേഷൻ ആണെങ്കിൽ വിൻഡോസ് ഇൻസ്റ്റാളേഷന് റിലേറ്റഡ് ആയിട്ടുള്ള സബ് റെഡിറ്റ് ഉണ്ടായിരിക്കും. സോ അതിൽ നിങ്ങളിത് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വ്യൂസും കിട്ടും. അതേപോലെ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റും. സോ വ്യൂസ് കിട്ടുക, അതേപോലെ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഗ്രാജുവലായിട്ട് നടക്കുന്ന കാര്യമാണ്. സോ നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നമ്മുടെ എഫേർട്ട് അതിൽ പുട്ട് ഫോർവേഡ് ചെയ്ത് മാത്രം മതി. അതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വ്യൂസ് കിട്ടും. പിന്നെ ഞാനിപ്പോൾ ഇതിൽ ഷെയർ ചെയ്ത പോലെ കുറച്ച് ട്രിക്സ് ആൻഡ് മെത്തേഡ്സ് നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് വന്നോളൂ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.